നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. എറവക്കാട് ഭാഗത്ത് മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിലെ കുടുംബാംഗങ്ങൾക്ക് രക്ഷകരായത് 2 പോലീസുകാർ. കൊച്ചിയിൽ നടന്ന 5ാമത് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഫിക്ഷൻ റൈറ്റർ അവാർഡ് ആന്റണി സി ഫ്രാൻസിസിന്. പുന്നംപറമ്പ് വായനാ വസന്തവും ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനവും പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും പരിസരങ്ങളിലും വ്യാപക പരിശോധന. കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് മിഠായി എന്നിവ പിടികൂടി. വാർത്തകൾ വിശദമായി. എറവക്കാട് ഭാഗത്ത് മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിലെ കുടുംബാംഗങ്ങൾക്ക് രക്ഷകരായത് പോലീസ് ഉദ്യോഗസ്ഥർ. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എറവക്കാട് ഭാഗത്ത് ഓടൻചിറ ഷട്ടറിനു സമീപം മണലിപ്പുഴയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഓട്ടോറിക്ഷയിലെ യാത്രക്കാരായ 7 അംഗ കുടുംബങ്ങൾക്ക് രക്ഷകരായത് അതുവഴി ഡ്യൂട്ടി കഴിഞ്ഞു വന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. ചേർപ്പൂരകം ഭാഗത്തുനിന്ന് ചിറ്റിശ്ശേരി ഭാഗത്തേക്ക് ഓട്ടോ ഡ്രൈവർ ചിറ്റിശ്ശേരി കുരുതുകുളങ്ങര വീട്ടിൽ ബിനു, ഭാര്യ രേഷ്മ, രേഷ്മയുടെ അമ്മ അജിത, ബിനുവിന്റെ 10 വയസ്സിൽ താഴെയുള്ള 4 കുട്ടികൾ എന്നിവർ യാത്ര ചെയ്തു വന്നിരുന്ന ഓട്ടോറിക്ഷയാണ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ മടവക്കര സ്വദേശി ഷാബു MM, ചിറ്റിശ്ശേരി സ്വദേശി ശരത് NC എന്നിവർ ജോലി കഴിഞ്ഞ് പാഴായി ഭാഗത്ത് നിന്ന് ഓടൻചിറ ഷട്ടറിന് മുകളിലൂടെ ക്രോസ് ചെയ്ത് എറവക്കാടേക്ക് വരുമ്പോഴാണ് വലിയ ശബ്ദത്തോടെ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് ഓട്ടോറിക്ഷ മറിയുന്നത് കണ്ടത്. ബൈക്ക് നിർത്തി അവിടേക്ക് ചെന്നപ്പോൾ ഓട്ടോറിക്ഷ മുഴുവനായും വെള്ളത്തിൽ മുങ്ങിപ്പോയി. ശരത്തിനെ കരയ്ക്ക് നിർത്തി ഷാബു ഉടൻ പുഴയിലേക്ക് എടുത്തു ചാടി. പുഴയ്ക്കരികിലായി മുങ്ങിപ്പോയ നിലയിലും കരിങ്കൽ കൂട്ടത്തിൽ തടഞ്ഞു നിൽക്കുകയുമായിരുന്ന 4 കുട്ടികളെയും ഷാബു എടുത്തുയർത്തി. ശരത്ത് വരെ കരയിലേക്ക് പിടിച്ചുകയറ്റി രക്ഷപ്പെടുത്തി. ഈ സമയം ഇതുവഴി കടന്നുപോയ നാട്ടുകാരനും പുഴയിലേക്ക് എടുത്തു ചാടി രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ചു. നാട്ടുകാരായ മറ്റു 2 പേരുടെയും സഹായത്തോടെ ബിനുവിനെയും ഭാര്യയെയും ഭാരമാതാവിനെയും വെള്ളത്തിൽ നിന്ന് എടുത്തുയർത്തി കരയ്ക്ക് കയറ്റി. വെള്ളത്തിൽ വീണവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനത്തിൽ കയറ്റിവിട്ട ശേഷമാണ് ഷാബുവും ശരത്തും സ്ഥലത്ത് നിന്ന് മടങ്ങിയത്. തലയ്ക്ക് പരിക്ക് പറ്റിയ രേഷ്മയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാക്കിയുള്ളവരെ പ്രാഥമിക ചികിത്സയ്ക്കു ശേഷം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു. കൊച്ചിയിൽ നടന്ന 5ാമത് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ തൃശൂർക്കാരനായ ആന്റണി സി ഫ്രാൻസിസിന് ബെസ്റ്റ് ഫിക്ഷൻ റൈറ്റർ അവാർഡ് ലഭിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ഷോർട്ട് ഫിലിമുകളിൽ ആന്റണി രചനയും സംവിധാനവും നിർവഹിച്ച ഐലൻഡ് എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അവാർഡ് ഏറ്റുവാങ്ങിയത്. തൃശൂർ സ്വദേശിയും മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂൾ മുൻ അധ്യാപകനും മുണ്ടൂർ സൽസബീൽ സ്കൂൾ മുൻ പ്രിൻസിപ്പാളുമായ CA ഫ്രാൻസിസിന്റെയും തൃശൂർ സെന്റ് മേരീസ് ലൂർദ് സ്കൂൾ മുൻ ഹെഡ്മിസ്ട്രസുമായ സിൽവിയ AVയുടെ മകനാണ് ആന്റണി. ഭാര്യ ശിൽപ. ആന്റണിയാണ് സിനിമയുടെ നിർമ്മാതാവ്. പുന്നംപറമ്പ് വായനാ വസന്തം ഉദ്ഘാടനവും ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനവും നടത്തി. മച്ചാട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാലയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് TS കുട്ടപ്പൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ K രാമചന്ദ്രൻ പുസ്തകങ്ങൾ കൈമാറി. MN കൃഷ്ണൻകുട്ടി, KG ശങ്കരൻകുട്ടി, ജോണി ചിറ്റിലപ്പിള്ളി, CE ലൂവീസ്, KS പ്രഭാകരൻ, AK നാരായണൻ, സച്ചിദാനന്ദൻ കരുമത്ര, ഉഷ ജയകുമാർ എന്നിവർ പങ്കെടുത്തു. ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ ഇന്നലെ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി 100% എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും വലിയൊരു അളവിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് വസ്തുത. കാരണം ഇന്ന് അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കി നാളെ വീണ്ടും അതുണ്ടാവും. അപ്പോൾ ഇന്നത്തോടുകൂടി അവസാനിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 വർഷമായി ചെറിയ രീതിയിൽ തുടങ്ങി. ഇന്നിപ്പോൾ നമുക്ക് വലിയ രീതിയിൽ പ്ലാസ്റ്റിക് ശേഖരിക്കാനുള്ള സംവിധാനം നമ്മുടെ പഞ്ചായത്തായിട്ട് വലിയ 3 MCF കെട്ടിടങ്ങളുണ്ട്. പിന്നെ മിനി MCF 10-35 ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ ഇപ്പോൾ അതിൻ്റെ ഒരു കൺവെയർ ബെൽറ്റ് നമ്മുടെ പുതിയ മെഷീനറി വന്നു. അത് തിരയാനും കൂടിയിട്ടുള്ള സംവിധാനമായി. അത് ബണ്ടിലാക്കി നമ്മൾ കയറ്റി അയക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ
ചില്ല് കുപ്പിച്ചില്ല് ഉൾപ്പെടെ ട്യൂബ് ഉൾപ്പെടെ എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ അത് പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ടുവയ്ക്കുന്ന പോലെ കൊണ്ടുവയ്ക്കാൻ സൗകര്യമില്ലാത്ത കാരണത്താൽ നമ്മൾ 2 ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടത്തി. മാതൃഭാഷാ പഠനം സാമൂഹിക ഇടപെടലിന് എന്ന ആശയവുമായി ഭാഷാ ബോധന സംഘടനാ രംഗത്ത് 33 വർഷക്കാലം പ്രവർത്തിച്ച അധ്യാപകൻ AD ആൻറ്റു മാസ്റ്ററെ ദേശം ആദരിച്ചു. യാത്രയപ്പിന്റെ ഭാഗമായി ഭാഷാ സാഹിത്യ സാമൂഹിക സാംസ്കാരിക നായകരും പൂർവ്വ വിദ്യാർത്ഥികളും മലയാള അധ്യാപക സുഹൃത്തുക്കളും പൊതുജനങ്ങളും കൂടി ആദര സദസ്സ് സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ R സുരേഷ് എഡിറ്റ് ചെയ്ത മലയാളത്തിന്റെ ആൻറ്റുമാഷ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷത വഹിച്ചു. മലയാള സർവകലാശാല എഴുത്തച്ഛൻ പഠനകേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KM അനിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ദേശത്തിന്റെ ആദരമായി ഭാഷാഭിമാന അക്ഷരമാല ശില്പം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ സമർപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ P രശ്മി പുസ്തകം ഏറ്റുവാങ്ങി. ആദരം മാതൃഭാഷയ്ക്കും ആൻറ്റുമാഷിനും എന്ന് പേരിട്ട ചടങ്ങിലെ മലയാള മഹോത്സവം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ SS ജയകുമാർ അധ്യക്ഷനായി. കവി P രാമൻ ചൊൽക്കാഴ്ച അവതരിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ഫാദർ വർഗീസ് പാലത്തിങ്കൽ പ്രശസ്തി ഫലകം സമ്മാനിച്ചു. ഡോക്ടർ ജോഷി തോമസ്, സാജൻ KH, ഡോക്ടർ AM റീന, TK വാസു എന്നിവർ ആശംസകൾ അറിയിച്ചു. ജില്ലയിലെ +2 മലയാളം പരീക്ഷയിൽ 100-ൽ 100 സ്കോർ നേടിയ വിദ്യാർത്ഥികൾക്ക് കണ്ടാണശ്ശേരി പഞ്ചായത്തും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗവും കോവിലൻ ട്രസ്റ്റ് കണ്ടാണശ്ശേരിയും ഏർപ്പെടുത്തിയ മലയാള തിലക സാക്ഷ്യപത്ര വിതരണം നടത്തി. കതിരോല ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച നാടൻ കലാവതരണവും സുനിൽ ചൂണ്ടൽ, രഞ്ജിത്ത് ചിറ്റാടെ, ഹർഷിം എന്നിവർ നേതൃത്വം നൽകിയ സംഗീത വിരുന്നും അനീഷ് ആളൂരും നവീൻ പൈനിത്തടവും സിബി താണിക്കലും നിർമ്മിച്ച് മലയാള മണ്ഡപത്തിൽ നിന്നുള്ള ഘോഷയാത്രയും അരങ്ങേറി. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും തൃശൂർ ജൂഡോ അസോസിയേറ്റ്സിന്റെയും ആഭിമുഖ്യത്തിൽ തൃശൂർ അക്കാഡമിക് കോംപ്ലക്സ് ജൂഡോ ഹാളിൽ ഏപ്രിൽ 4 മുതൽ സമർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു. താൽപര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9846793121, മറ്റൊരു നമ്പർ 9895890501. ബസ്സുടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന അശാസ്ത്രീയ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ 3 മുതൽ 9 വരെ ബസ് സംരക്ഷണ ജാഥ നടത്തുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഏപ്രിൽ 9 തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന ജാഥ T ഗോപിനാഥൻ നയിക്കും. ഏപ്രിൽ 5 ജാഥ തൃശൂരിലെത്തും. ജാഥയ്ക്ക് ശേഷം പ്രശ്നപരിഹാരമില്ലെങ്കിൽ ബസ് സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You
have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ലഹരിയാകാം കളിയിടങ്ങളോട് ഈ മുദ്രാവാക്യവുമായി റെഡ് ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 15ാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 3 മുതൽ 6 വരെ വൈകിട്ട് 7 മണിക്ക് പുല്ലാനിക്കാട് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നു. നടത്തറ ഒരുമ ജനശ്രീ സംഘത്തിന്റെ 1ാം വാർഷികവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. നടത്തറ ഫാം റോഡ് ഹാപ്പി നഗറിൽ ജവഹർ ബാലമഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ സുരേഷ് കരുൺ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ പ്രസിഡന്റ് വിൻസൻ അധ്യക്ഷത വഹിച്ചു. ഷേളി മോഹൻ, ES അനിരുദ്ധൻ, അനൂപ് പണിക്കശ്ശേരി, ശരത് എന്നിവർ ആശംസകൾ അറിയിച്ചു. സുധർമ്മ ശ്രീനിവാസൻ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടികളുടെ വിവിധ പരിപാടികളുണ്ടായിരുന്നു. ഒല്ലൂർ എടക്കുന്നിയിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്ക് ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. എടക്കുന്നി ESI ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ട ലോറിയിൽ ബൈക്ക് യാത്രക്കാരനായ ചിറ്റിശ്ശേരി സ്വദേശി കുണ്ടപ്പറമ്പിൽ വീട്ടിൽ ആഷിഖാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. കഴിഞ്ഞ രാത്രി 12 മണിയോടെയാണ് അപകടം. തൃശൂരിൽ നിന്ന് തലൂർ ഭാഗത്തേക്ക് വന്ന ആഷിഖ് സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം തെറ്റി നിർത്തിയിട്ട ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആഷിഖിനെ ആക്സ് പ്രവർത്തകർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. ഏകദേശം 30 വയസ്സം പ്രായം തോന്നിക്കുന്ന വ്യക്തിയാണ്. തിരൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി. റെയിൽവേ സ്റ്റേഷനിലും പരിസരങ്ങളിലും വ്യാപക പരിശോധനയിൽ കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് മിഠായി എന്നിവ പിടികൂടി. ഓപ്പറേഷൻ ഡി ഹഡിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. സിക്കിം സ്വദേശികൾ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തു. കേണൈൻ ഡോഗ് സ്ക്വാഡ് ആന്റി സബോട്ടേജ് ചെക്ക് ടീം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ട്രെയിനുകളിൽ പ്രത്യേക പരിശോധന നടത്തിയത്. 5 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയിൽ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ CL ഷാജു, പേരാമംഗലം ഇൻസ്പെക്ടർ KC രതീഷ്, വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ E അബ്ദുൾ റഹ്മാൻ എന്നിവർ ഉൾപ്പെടെ 40ഓളം പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. 13 വയസ്സുള്ള ആൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിന് 55 വയസ്സുകാരന് 5 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. ഏഴുകോട്ടയിൽ ജമാലുദ്ദീനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. 5 വർഷം കഠിന തടവും 25,000 രൂപയുമാണ് പിഴ. 2023 സംഭവം. കേസിന്റെ തെളിവിലേക്ക് 22 സാക്ഷികളെ വിസ്തരിച്ചു. 22 രേഖകൾ സമർപ്പിക്കുകയും ചെയ്തു. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ പോക്സോ കേസിൽ ഈ പ്രതിക്ക് കുന്നംകുളം പോക്സോ കോടതി 4 ജീവപര്യന്തം തടവും 40,000 രൂപ പിഴയടക്കിയതിനും ശിക്ഷിച്ചിരുന്നു. പ്രതി വടക്കേക്കാട് കേസിലെ തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെയാണ് പ്രതിക്കെതിരെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലുള്ള കേസിലേക്ക് പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തീകരിച്ചത്. അഡ്വക്കേറ്റ് KS ബിനോയ് പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തീകരിച്ചു. സഹായിയായി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഗീത പ്രവർത്തിച്ചു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ
9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകൾ തുടരുന്നു. ഹണി ട്രാപ്പിലൂടെ പണം അപഹരിച്ച് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിക്ക് 4 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. ഹണി ട്രാപ്പിലൂടെ പണം അപഹരിച്ച് യുവാവ് ആത്മഹത്യ ചെയ്യാനിടയായ കേസിലെ പ്രതി ആലിമുക്ക് ചാരുവിള പുത്തൻ വീട്ടിൽ സുജിത ജേക്കബിനെയാണ് തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 4 വർഷം കഠിന തടവിനും 10 ലക്ഷം രൂപയും ശിക്ഷ വിധിച്ചത്. പ്രണയം നടിച്ച് വിയൂർ സ്വദേശി രാജേഷിൽ നിന്ന് 2007 മുതൽ പല തവണകളിലായി 10 ലക്ഷം രൂപ തട്ടിയെടുത്ത് പിന്നീട് വേറൊരാളെ വിവാഹം കഴിച്ച് അതും മറച്ചുവെച്ച് യുവാവിൽ നിന്ന് വീണ്ടും പണം തട്ടിയെടുത്തത് തുടരുകയും പ്രതി വിവാഹിതയായതറിഞ്ഞ രാജേഷ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തതാണ് കേസിനാസ്പദമായ സംഭവം. ആത്മഹത്യാ കേസിൽ പ്രതിയെ കുറ്റവിമുക്തിയാക്കിയ കോടതി ചതിയിലൂടെ പ്രതിയിൽ നിന്ന് പണം തട്ടിയെടുത്തതിന് 4 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും, പിഴ അടയ്ക്കാത്ത പക്ഷം 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനും വിധിയായി. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KN സിനിമോൾ ഹാജരായി. വിയൂർ പോലീസ് സ്റ്റേഷനിലെ ഓഫീസറായിരുന്ന ഗംഗാധരൻ, KC ബൈജു എന്നിവരാണ് കേസ് അന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷനെ സഹായിക്കാൻ ലൈസൺ ഓഫീസർ വിനീത്, വിയൂർ പോലീസ് സ്റ്റേഷൻ നവീൻ എന്നിവരും പ്രവർത്തിച്ചിരുന്നു. റിട്ടയർമെന്റ് ദിവസം ഗൃഹനാഥൻ തൂങ്ങി മരിച്ചു. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ തൊഴിലാളിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിറക്കക്കോട് കുന്നിക്കുരു വീട്ടിൽ ശശികുമാറാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ഇന്നലെ ഇദ്ദേഹം റിട്ടയർ ചെയ്യേണ്ടതാണ്. ജോലി സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഷ്ടിച്ച സൈക്കിളുമായി കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്താൻ ശ്രമിച്ച മോഷ്ടാവ് റിമാൻഡിലായി. പോട്ടയിൽ കുടുംബക്ഷേത്രത്തിൽ കയറി മോഷണം നടത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് ഉറുമ്പംകുന്ന് സ്വദേശി ബിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോട്ട സ്വദേശി കൃഷ്ണൻകുട്ടി എന്നയാൾ പുലർച്ചെ വിളക്ക് വയ്ക്കാൻ ക്ഷേത്രത്തിൽ ചെന്ന സമയം ക്ഷേത്രത്തിൽ നിന്നൊരാൾ പുറത്തേക്കിറങ്ങുന്നത് കണ്ട് അയാളെ തടഞ്ഞു നിർത്തിയപ്പോൾ കുതിറി മാറി സൈക്കിളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. സൈക്കിളിൽ പിടിച്ചു വലിച്ചതിൽ സൈക്കിൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. കൃഷ്ണൻകുട്ടി വീട്ടിൽ പോയി വന്ന് മക്കളെ കൂട്ടി വന്നു. ക്ഷേത്രത്തിൽ പരിശോധിച്ചതിൽ ഒന്നും നഷ്ടപ്പെട്ടത് കണ്ടില്ല. സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മുൻപ് മോഷ്ടിക്കാനായി കയറിയ ബിബിനാണ് അമ്പലത്തിൽ വന്നതെന്ന് മനസ്സിലാക്കി. ചാലക്കുടി പോലീസിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ചാലക്കുടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബിബിനാണ് മോഷ്ടിച്ചതെന്നും ക്ഷേത്രത്തിൽ കയറാൻ ശ്രമിച്ചതെന്നും ഇയാളെ വീട്ടിൽ നിന്നെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു. കൊടകര, ചാലക്കുടി, ആളൂർ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ്, ജെനിൽ, ജെയ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു, ആൻസൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബാലികയെ ലൈംഗിക പീഡനത്തിന് ശ്രമിച്ച കരാട്ടെ ട്രെയിനർക്ക് 23 വർഷം തടവ്, 4 ലക്ഷം രൂപ പിഴ ശിക്ഷ വിധിച്ചു. പോക്സോ കേസിലെ പ്രതി അയ്യന്തോൾ സ്വദേശി കൽഹാറ അപ്പാർട്ട്മെന്റിൽ സുരേഷ് കുമാറിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി 23 വർഷം തടവിനും 4 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. 2023 ഫെബ്രുവരിയിലാണ് സംഭവം. കരാട്ടെ പരിശീലനത്തിനെത്തിയ 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഈ കേസ് വിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 14 സാക്ഷികളെ വിസ്തരിച്ച് 20ഓളം രേഖകൾ ഹാജരാക്കി. സമൂഹ മനസാക്ഷിക്ക് ഒരു സന്ദേശമാക്കണം ശിക്ഷ എന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധുവിന്റെ വാദം കോടതി അംഗീകരിച്ചു. വിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി. കോടതി മുൻപാകെ കുറ്റപത്രം സമർപ്പിച്ചത് സബ് ഇൻസ്പെക്ടർ KC ബൈജുവാണ്. ലൈസൺ ഓഫീസർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീദേവി പ്രോസിക്യൂഷൻ നടപടികളെ ഏകോപിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എറവക്കാട് ഭാഗത്ത് മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിലെ കുടുംബാംഗങ്ങൾക്ക് രക്ഷകരായത് 2 പോലീസുകാർ. കൊച്ചിയിൽ നടന്ന 5ാമത് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഫിഷൻ റൈറ്റർ അവാർഡ് ആന്റണി C. ഫ്രാൻസിസിന്.
പുന്നംപറമ്പ് വായനാ വസന്തവും ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനവും പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും പരിസരങ്ങളിലും വ്യാപക പരിശോധന. കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് മിഠായി എന്നിവ പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.